ഹലോ, എവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തോറിയം തോറിയത്തിന്റെ 4-ാം ഭാഗം. ഇവിടെ അണവോർജ്ജത്തെക്കുറിച്ചും അതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും ഉള്ള പൊതുവായ ചില കാര്യങ്ങളാണ്. നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നിയമങ്ങൾ വളരെ സാങ്കേതികമാണല്ലോ. ചിലപ്പോ നമ്മൾ ആ നിയമം മനസ്സിലാക്കുന്നതിനൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മതി, നമുക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. കാരണം അത് നിയമങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക ചിലപ്പോൾ ദുഷ്കരമാണ്. നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഭാഷ, കരാറുകൾ എഴുതി വച്ചിരിക്കുന്ന ഭാഷയൊക്കെ മനസ്സിലാക്കുക എന്നത് അല്പം പ്രയാസമേറിയ ദൗത്യമാണ്. എങ്കിലും അതിന്റെ ഒരു ബാഹ്യരൂപരേഖ നൽകുക, ആക്ച്വൽ എറേഴ്സ് വരാതെ ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോ നമ്മുടെ നിയമം 1962 നിയമം അനുസരിച്ച് ഈ ആണവ മൂലകങ്ങൾ അത് ഖനനം ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള അവകാശം അറ്റോമിക് എനർജി വകുപ്പിനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ അറ്റോമിക് എനർജി വകുപ്പിന് കീഴിലുള്ള വിഭാഗങ്ങൾക്കാണ് അതിന്റെ ചുമതല, പരിപൂർണ്ണ ചുമതല. അവര് ലൈസൻസ് നൽകുന്ന അനുസരിച്ചിട്ട് മറ്റു ചിലർക്ക് ചെറിയ രീതിയിൽ പ്രവർത്തിക്കാം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പബ്ലിക് സെക്ടറിലെ പൊതുമേഖലയിലെ കമ്പനികളാണ് ഇതിൽ പ്രവർത്തിച്ചിരുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും. സംസ്ഥാന ഗവൺമെന്റ് വളരെ പരിമിതമായി അതിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നു. 2000ത്തിന്റെ തുടക്കത്തിലാണ് ഇതിന് ചെറിയ ഡൈല്യൂഷൻസ് ഒക്കെ വരുന്നത്. ഇത് ഇൻഡോ അമേരിക്കൻ കരാറ് വരുന്നതോടുകൂടിയാണ്. അതിനു മുൻപ് ഇൻഡോ അമേരിക്കൻ കരാറ് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ആണവ സ്ഫോടനമൊക്കെ നടത്തിയിരുന്നല്ലോ. ഈ ആണവ സ്ഫോടനം 2 തവണയായി നടത്തിയിരുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ആണവ ഉപകരണങ്ങളും അല്ലെങ്കിൽ ആണവ ഇന്ധനവും ഇന്റർനാഷണലി നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. തന്നെയുമല്ല, നമ്മൾ ഇതൊരു ആണവ നിർവ്യാപന കരാറ്, അത് സോവറിൻറ്റിയെ, പരമാധികാരത്തെ ലംഘിക്കുന്നതായതുകൊണ്ട് ഇന്ത്യ അതിൽ ചേർന്നിരുന്നുമില്ല. ഒരു കാലത്തും നമ്മൾ ആണവ ശക്തി ആകുന്നതിന് മുമ്പും ചേർന്നിരുന്നില്ല, ആണവ ശക്തിയായി മാറിയതിനു ശേഷവും അതിൽ ചേർന്നിരുന്നില്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ചെറിയ ഡൈല്യൂഷൻ ആണ് വരുന്നത്. ഈ കരാർ അനുസരിച്ച് നമുക്ക് അമേരിക്കയിൽ നിന്നോ മറ്റ് ഇടങ്ങളിൽ നിന്നോ ആണവ ഇന്ധനവും, അതായത് യുറേനിയം, ആണവ റിയാക്ടറുകൾ, അതിന്റെ ഭാഗങ്ങൾ, മെഷീനറി ഒക്കെ വാങ്ങാൻ, ഇറക്കുമതി ചെയ്യാൻ ഉള്ള അനുമതിയാണ്, ഉള്ള ഒരു ധാരണയിലാണ് അമേരിക്കയുമായി എത്തുന്നത്. ഈ ധാരണയിൽ എത്തുമ്പോൾ ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ആണവായുധ വ്യാപനത്തിനായി ഇത് ഉപകരിക്കപ്പെടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ അന്ന് നമ്മുടെ പരമാധികാരത്തെ ചെറിയ രീതിയിലെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നു എന്ന ചോദ്യം ഉണ്ടായി. കാരണം എന്താ വെച്ചാല്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കണമെന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നു എന്ന് പരിശോധന വരാം, വേണമെങ്കിൽ ആവശ്യപ്പെടാം. പരിശോധന വരുന്നത് ഈ കരാർ അനുസരിച്ച് വന്ന പുതിയ നിലയത്തിൽ വേണമെന്നില്ല, എവിടെയും ആകാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന ആശങ്കകൾ പല ഭാഗത്തുനിന്നും ഉയർന്നു. ഇടതുപക്ഷ കക്ഷികൾ ഉന്നയിച്ചു. അന്ന് BJPയും അതൊക്കെ ഉന്നയിച്ചിരുന്നു. 2 കക്ഷികളും ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ, റിയാക്ടറുകൾ സ്ഥാപിച്ചാൽ അതിൽ അപകട സാധ്യതയുണ്ട്. അപകട സാധ്യതയുടെ ലയബിലിറ്റി, ആർക്കാണ് ഇതിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം എന്നത്, അങ്ങനെ അപകടങ്ങൾ ഉണ്ടായാൽ. കാരണം അപകടങ്ങൾ പലതും മുൻപും ഉണ്ടായിട്ടുണ്ടല്ലോ. ചെർണോബിൽ അപകടവും 4 മൈൽസ് അമേരിക്കയിലുണ്ടായ ആണവ അപകടവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ അതിന്റെ ലയബിലിറ്റിക്ക് ഒരു ക്യാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വകുപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. അപ്പോ പിന്നീട് അത് ചർച്ചയൊക്കെ നടത്തി. അതിനുശേഷം ഈ ഒരു ആക്ട് ഒക്കെ 2010 സിവിൽ ലയബിലിറ്റി, ന്യൂക്ലിയർ ലയബിലിറ്റി ആക്ട് ഒക്കെ ഉണ്ടായി. അതനുസരിച്ച് സപ്ലൈ ചെയ്യുന്നവർക്കും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതിനൊരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായി അവരുടെ ബാധ്യത കൂടിയാണ് അപകടം ഉണ്ടായാൽ. കാരണം ഉപകരണങ്ങളുടെ ഫോൾട്ട് കൊണ്ട് അപകടം ഉണ്ടാകാമല്ലോ. അങ്ങനെ അതായിരുന്നു അന്നത്തെ നിയമം. അതനുസരിച്ച് നമ്മൾ കുറച്ച് ഇറക്കുമതിയൊക്കെ ചെയ്തു. ആന്ധ്രയിൽ ഒരു റിയാക്ടറിന് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ആന്ധ്രയിൽ ഒരു റിയാക്ടർ സ്ഥാപിക്കാൻ. ആന്ധ്രയിലെ സ്ഥലം കൊവാഡ ആന്ധ്രാപ്രദേശിലെ. പക്ഷെ അത് മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെയും. കാരണം എന്താ വെച്ചാല്, ഈ ലയബിലിറ്റിയെ ചൊല്ലിയുള്ള തർക്കം അവരുടെ അമേരിക്കൻ കമ്പനികളുമായിട്ട് അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഈ റിയാക്ടർ പൂർത്തിയായിട്ടില്ല. നമ്മൾ ആലോചിക്കണം. പിന്നീട് ഇത് മറ്റു ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, NSG എന്ന് വിളിക്കുന്ന, ഈ ഇങ്ങനെ ന്യൂക്ലിയർ ഉപകരണങ്ങൾ വിൽക്കുന്ന. അതുവഴി റഷ്യയിൽ നിന്ന് കൂടംകുളത്തിന്, റഷ്യയുമായിട്ട് നമ്മൾ നേരത്തെ സഹകരിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ടല്ല, സോവിയറ്റ് യൂണിയനുമായിട്ട്. പിന്നീട് ഫ്രാൻസിൽ നിന്ന് കാര്യങ്ങൾ കൊണ്ടുവന്ന് മറ്റൊരെണ്ണം കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വലിയൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു, ഫ്രാൻസിൽ നിന്നുള്ളത് കൂടി. അപ്പൊ ഈ 3 സംഗതിയാണ്
ഇതിനോടനുബന്ധിച്ച് റിയാക്ടർ വന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, അന്ന് ഈ അണവ കരാറിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ അന്ന് കോൺഗ്രസ് നേതാവ് ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി കലാവതി എന്ന ഒരു സ്ത്രീ, അദ്ദേഹം സന്ദർശിച്ച ഒരു വീട്, കറണ്ട് ഇല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത വീട്, അവർക്ക് വൈദ്യുതി എത്തിക്കുക എന്ന് പറഞ്ഞ് ആരംഭിച്ച പദ്ധതി ഇതുവരെ, ഇതാണ് ന്യൂക്ലിയർ പദ്ധതിയുടെ വലിയൊരു പ്രശ്നം. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് അതൊന്ന് ക്രിട്ടിക്കലായി വരാൻ വേണ്ട സമയം വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടേണ്ട വൈദ്യുതിക്ക് ഇപ്പോഴേ തുടങ്ങിയാലൊക്കെ ഈ അവിടെ എത്തുകയുള്ളൂ എന്നത് നമുക്ക് കാണാം. ആ കരാർ വന്നതെന്നാണ്, ഇപ്പോഴും അത് പലതും പ്രാവർത്തികമാകുന്ന സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. ആ കരാർ പ്രകാരം ഇറക്കുമതി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത്, അതിനു മുമ്പ് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത സംഗതികൾ, നമ്മുടേതായ സംഗതികളുണ്ട്, അവിടെയൊക്കെ വൈദ്യുതി ഉൽപാദനം നടക്കുന്നുണ്ട്. അത് നമ്മുടെ കോൺട്രിബ്യൂഷനിൽ വളരെ ചെറുതാണെങ്കിലും. ഇതാണ് ഈ കരാറിനോടനുബന്ധിച്ചുണ്ടായ സംഗതികൾ. ഇതിനുശേഷം പല ചർച്ചകളും നടന്നു ഈ ഇതിനെ സ്വകാര്യവൽക്കരിക്കാൻ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പുതിയ നിയമം വന്നിട്ടുണ്ട്. പുതിയ നിയമം, ശാന്തി ആക്ട്. ഇതിന്റെ ഇടയിൽ 2016 19 വന്ന ചെറിയ ഡയലൂഷൻസിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഖനനത്തെ സംബന്ധിച്ചാണ് അത്. ഖനനം സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചിട്ടില്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷെ നോക്കി കണ്ടാല്, ലൈസൻസ് കിട്ടിയാൽ വേണമെങ്കിൽ തുടരാം എന്ന മട്ടിൽ 2016 അമെന്റ്മെന്റിലുണ്ട് ചെറിയൊരു ഡയലൂഷൻ വന്നു. ബാക്കി കാര്യങ്ങളിലൊക്കെ ഇത് ഇൻഡോ യു എസ് കരാറിന് ശേഷവും ഇത് ന്യൂക്ലിയർ പ്ലാന്റ് നിർമ്മിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ പവർ കോർപ്പറേഷന് എന്ത് ചെയ്യാം, ജോയിന്റ് വെഞ്ചേഴ്സ് മറ്റ് പൊതുമേഖലാ കമ്പനികളുമായി ഏർപ്പെടാമെന്ന് 2015 നിയമമുണ്ട്. അപ്പോ ഈ അണോർജ ഉൽപാദനത്തില് സ്വകാര്യ മേഖലയെ നേരിട്ട് പങ്കെടുപ്പിക്കാനായിട്ട് നിയമപരമായ അനുവാദം എത്തിയിരുന്നില്ല. ഇനി ഖനനത്തിന്റെ കാര്യം എടുത്താൽ ഇപ്പോഴത് കുത്തക കേന്ദ്ര അറ്റോമിക് എനർജി വകുപ്പിനാണ്. അവർ ലൈസൻസ് കൊടുത്താൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിലും എന്തായാലും അതേ കഴിയുള്ളൂ. ഇനി ശാന്തി നിയമം എന്താണെന്ന് വെച്ചാൽ 2025 വന്നതാണ്. അതാണ് പർച്ചേസ് ചെയ്യാൻ, സ്വകാര്യ മേഖലയുമായി കൂടിച്ചേരാൻ, സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് ന്യൂക്ലിയർ പവർ പ്രവർത്തിപ്പിക്കാൻ ഒക്കെ അനുമതി നൽകുന്ന നിയമമാണ് 2025 ശാന്തി ആക്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം എന്ത് ചെയ്യാൻ, നമുക്ക് പുറത്തുനിന്ന് ഇത് വാങ്ങാം, സ്വകാര്യ കമ്പനികൾക്ക് വാങ്ങാം, അവർക്ക് പ്രവർത്തിപ്പിക്കാം ഒക്കെ. തീർച്ചയായും അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലും അവരുടെ ലൈസൻസിന് കീഴിലുവേ പറ്റുള്ളൂ. പക്ഷെ സ്വകാര്യ മേഖലയെ അണവോർജത്തിന് അനുവദിച്ചിരിക്കുന്ന നിയമമാണ് 2025 ശാന്തി ആക്ട് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വസ്തുത. ഖനനം കൃത്യമായി സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നില്ല, പക്ഷെ അതിലും ചെറിയ ഡയലൂഷൻസ് ഈ മുൻപറഞ്ഞ നിയമങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോ നമ്മളിവിടെ മൊണാസൈറ്റ് നമ്മൾക്കുണ്ട്. മൊണാസൈറ്റിൽ തോറിയമുണ്ട്. തോറിയം അണവായുധത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ല, എങ്കിലും അണോർജത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടു. അപ്പൊ ഈ തോറിയം KMML എന്ന് വിളിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം വേർതിരിച്ച് മൊണാസൈറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷിക്കാൻ ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് സൂക്ഷിച്ചിട്ടുണ്ട്. കുറെയൊക്കെ IREL കൈമാറിയിട്ടുണ്ട്. അവരാണ് അത് സംസ്കരിക്കുന്നത്. ഇപ്പോൾ ഈ മൊണാസൈറ്റ് സംസ്കരിക്കുന്ന IREL മാത്രമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് എന്ത് ചെയ്യാം, ഇവർ അംഗീകരിക്കുന്നവർക്കും ഇത് സംസ്കരിക്കാം. ഖനനത്തിലാണ് ഇപ്പോഴും മോണോപോളി വെച്ചിരിക്കുന്നത്. അതും മോണോപോളിയിലും ചെറിയ ഡയലൂഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, സംസ്കരിക്കാം. അപ്പൊ KMML ഇതിന്റെ സംസ്കരിക്കാനുള്ള അനുമതിക്കായിട്ട്, കാരണം ഇത് സംസ്കരിക്കുക എന്ന് വെച്ചാൽ തോറിയത്തെയും മറ്റ് മൂലകങ്ങൾ, റെയർ എർത്ത് മൂലകങ്ങളെയും വേർതിരിക്കുക, അതിന്റെ വാല്യൂ കൂടുക. അപ്പൊ അത് രാജ്യത്തോ പുറത്തോ അകത്തോ അത് ഉപയോഗിക്കാൻ കഴിയും, അത് വിൽക്കാൻ കഴിയും. എന്നാൽ വിൽക്കുന്നത് എങ്ങനെ പറ്റുള്ളൂ, അറ്റോമിക് എനർജി കോർപ്പറേഷന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്യാം. IREL കൈമാറാനേ ഇപ്പോഴ് എന്തുള്ളൂ, KMML അവകാശമുള്ളൂ. IREL എന്തില്ല, അവർക്ക് പ്രോസസ് ചെയ്യുന്നതിൽ കൂടുതൽ ഇവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് മൊണാസൈറ്റ് കുറെ. ആദ്യകാലത്ത് ഈ മൊണാസൈറ്റ് തിരിച്ച് മണ്ണിനോടൊപ്പം നിക്ഷേപിക്കുകയായിരുന്നു പരിപാടി. ഇതാണ് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോ ഇതനുസരിച്ച്, പുതിയ നിയമം അനുസരിച്ച് ഒരു ടെൻഡർ ക്ഷണിക്കുകയും ടെൻഡറിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അതിന് പ്രാഥമികമായിട്ട് അതിനെ അംഗീകരിച്ചു എന്നൊരു വാർത്ത ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല, പ്രാഥമിക അംഗീകാരം കൊണ്ട് കാര്യമില്ല. അടുത്തത്
അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മൊണാസൈറ്റിൽ തോറിയം വേർതിരിക്കാൻ പറ്റില്ല. അവരുടെ ലൈസൻസ് കിട്ടാതെ ഇത് പറ്റില്ല. അപ്പോൾ ഈ ലൈസൻസ് കൊടുക്കുക, അത് കഴിഞ്ഞ് ആ ലൈസൻസ് ഉണ്ടെങ്കിലേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലൈസൻസ് നൽകാൻ കഴിയുള്ളൂ. ഇപ്പോഴും ഇത് വേർതിരിക്കലിന് അതാണ് സ്ഥിതി. പക്ഷെ നമ്മൾ പത്രങ്ങൾ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടാവും. കാരണം മീഡിയ അങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ഥിതി. ഇനി ഈ നിയമങ്ങളിലൊക്കെ റിപ്പർക്കഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഇത് ഗവൺമെന്റിന്റെ കുത്തകയാക്കി വെച്ചിരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. കാരണം അന്ന് അണ്വായുധം നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കാം. തോറിയമല്ല, മറ്റേ യുറേനിയം സംഗതി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ സ്ട്രാറ്റജിക് എന്ന തന്ത്രപരമായി പ്രാധാന്യമുള്ളതാണ് ആണവ മൂലകങ്ങൾ. അതുകൊണ്ടാണ് ഇത് ഗവൺമെന്റ് ഇത് കൈകാര്യം ചെയ്യണം എന്ന തീരുമാനം അന്നുണ്ടായത്. ഇത് വികസിപ്പിക്കുന്നത് നോക്കൂ, അന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ആണവ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുകയും അതിന്റെ തലപ്പത്തേക്ക് ബാബ വരികയും പിന്നീട് ആ വികസിപ്പിക്കുന്ന കാലം എത്ര എടുത്ത്. ഇതിനു വേണ്ടി എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നത്? ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ജനങ്ങളുടെ പണമേ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അന്ന് സ്വകാര്യ മേഖലയ്ക്കൊന്നും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തില്ല, താല്പര്യമോ ആഗ്രഹമോ ഇല്ല. കാരണം ലോങ് ഗസ്റ്റേഷൻ പീരീഡ് ഉള്ള, അതിന്റെ റിട്ടേൺസ് ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. അതിന് വരില്ല, അവർക്ക് അതിന് കൽപ്പില്ല. എന്തുകൊണ്ടാണ് അന്ന് പലതും സർക്കാർ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചറും മൈനിങ്ങും ഒക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണ്. പിന്നെ ഈ ഖനിജം എന്ന് പറയുന്നത് പൊതുസ്വത്താണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ പൊതുസ്വത്തിനെ സ്വകാര്യമായി കൈകാര്യം ചെയ്യുന്നതിലെ അപകടം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡന്റ് പോളിസി തുടർന്നു. അതുകൊണ്ടാണ് അണ്വായുധ വികാസത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞത്, നമ്മളൊരു ആണവ ശക്തിയായിട്ട് മാറിയത്. അതാണ് ഈ സ്വകാര്യ മേഖല ഇവിടേക്ക് വരുന്നതോടുകൂടി നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം. കാരണം സ്വകാര്യ മേഖലയെ കൊണ്ടുവന്ന് ഇവിടെ നടത്തുന്നു. അപ്പോൾ അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം, അന്താരാഷ്ട്ര പരിശോധന, അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാം. നമ്മളെ ഒരു ആണവ പവറായി വച്ചിരിക്കുന്നത് കൊണ്ട് എന്തില്ല, നമ്മുടെ ആണവ ശേഷിയെ ഒരുപക്ഷെ ബാധിക്കില്ലായിരിക്കും, പക്ഷെ പറയാൻ കഴിയില്ല. കാരണം ആ നിലയിലാണ് കാര്യങ്ങൾ. ഇനി ഖനനത്തിലേക്ക് വന്നാലും ഇത് തന്നെയാണ്. ഈ ഖനനം എന്ന് പറയുന്നത് പ്രകൃതി സമ്പത്ത് ഇത് കൈയടക്കുക എന്നതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന, ഇന്നല്ല, എത്രയോ വർഷങ്ങളായി. നമുക്ക് ഇന്ത്യക്ക് തന്നെ വലിയ അനുഭവം ഉണ്ടല്ലോ. കോളാർ ഖനികൾ എന്ന് പറയുന്ന സ്വർണത്തിന്റെ വലിയ നിക്ഷേപം എവിടെ പോയി? അത് ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയത്. ഈ സ്വർണമൊക്കെ ബ്രിട്ടനിലേക്ക് കടത്തപ്പെടുകയാണ് ചെയ്തത് കോളാർ ഖനികളിൽ നിന്നുണ്ടായത്. ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ്. ഖനനത്തിലെ സ്വകാര്യ ഏജൻസികൾ വരുമ്പോൾ സംഭവിക്കുന്നത്, അവര് വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാകും നിൽക്കുന്നത്. കോങ്കോ, ഇപ്പൊ ഫുട്ബോൾ കളിയിൽ കോങ്കോ ഇവരെ സമനിലയിൽ തളച്ച കാര്യമൊക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അത്? കോങ്കോയിൽ അപ്പോൾ ഒരാൾ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അത് പാട്രിസ് ലുമുംബയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അയാൾ നിന്നത്. പാട്രിസ് ലുമുംബ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? ഈ സാമ്രാജ്യത്വ ശക്തികളും CIA ചേർന്നിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. കാരണം അവിടുത്തെ ഖനികൾ, ചെമ്പ് ഖനികൾ ദേശസാൽസ്കരിച്ചു. അതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോ ഈ ഇറാൻ യുദ്ധം നടക്കുന്നു. അതിന്റെ യഥാർത്ഥ പ്രശ്നം ഈ പറഞ്ഞ നമ്മൾ ഈ കാണുന്ന ആണവായുധ വ്യാപനമൊന്നുമല്ല. അവര് കുറച്ച് യുറേനിയം അവരെന്ത് ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 60% വരെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അത് അണുബോംബ് ഉണ്ടാക്കാൻ അത് മതിയാവില്ല, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് കരാറൊക്കെ ഉണ്ടാക്കിയിരുന്നു US-ഉമായിട്ട്. നേരത്തെ ഒബാമയുടെ കാലത്ത് മറ്റോ കരാർ ഉണ്ടാക്കിയിരുന്നു. കരാർ ഏകപക്ഷീയമായി അമേരിക്ക റദ്ദാക്കി. ഏത്? ട്രംപ് വന്നപ്പോൾ, ട്രംപിന്റെ ആദ്യത്തെ പടിയിൽ റദ്ദാക്കി. അതിനുശേഷമാണ് ഇത് ആരോപിക്കാൻ തുടങ്ങിയത്. റദ്ദാക്കിയോണ്ട് അവർ സ്വാഭാവികമായിട്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കാരണം കരാറിൽ ബൈൻഡിങ് അല്ലല്ലോ. അപ്പൊ പിന്നെ അത് പറഞ്ഞ് വീണ്ടും പ്രശ്നമായി. അവര് അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമാകാൻ, പരിശോധനയ്ക്കൊക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. ഇതൊരു ബാഹ്യമായ ഒരു റീസൺ മാത്രമാണ്. അണുവായുധ ശക്തിയാകാൻ ഇറാന് എളുപ്പമല്ല അണുവായുധ നിർമ്മാണം എന്നറിയാം. അത് തടയാനും പറ്റും എന്നും അമേരിക്കയ്ക്ക് അറിയാം. യുദ്ധം ചെയ്ത് അതിന് വേണ്ടിയിട്ടല്ല, എണ്ണയ്ക്കാണ്, എണ്ണയുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും നമ്മുടെ എക്കോണമി എണ്ണ നിയന്ത്രിക്കുന്ന എക്കോണമിയാണ്. കാരണം ഈ 1970-കളിൽ അമേരിക്ക സൗദി അറേബ്യയുമായിട്ടും മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. എണ്ണയുടെ എല്ലാ കച്ചവടവും ഡോളറിലൂടെ വേണം. അപ്പൊ എണ്ണ നമ്മൾ വാങ്ങിയാലും എന്ത് വേണം, നമ്മൾ ഡോളറാണ് കൊടുക്കേണ്ടത് ഈ അറബ് രാജ്യങ്ങളുടെ നിന്ന് വാങ്ങിയാൽ.
ഡോളറിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന പറഞ്ഞാൽ അതിന്റെ എല്ലാം വിഹിതം അമേരിക്കൻ ബാങ്കിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിന് പകരം ഇവർക്ക് എണ്ണ കുഴിച്ചെടുക്കുന്നതിൽ സാങ്കേതിക വിദ്യ നൽകാം. അതൊക്കെ വില കൊടുത്തിട്ടാണ്, വെറുതെ അല്ല. സാങ്കേതിക വിദ്യ നൽകാം, ഇവർക്ക് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്നതായിരുന്നു അമേരിക്കയുടെ വലിയ വാഗ്ദാനം. അതനുസരിച്ചാണ് അമേരിക്കൻ താവളങ്ങൾ അവിടെ ഇവിടെയെല്ലാം വെച്ചത്. ഞാൻ ഒരു ഇറാന്റെ ഉദാഹരണം പറയുന്നത് ഉള്ളൂ. അപ്പൊ ഇറാൻ ഓയിൽ സമയത്ത് ഇറാന് ധാരാളം ഓയിലും ഗ്യാസും ഉണ്ടായി. അതവര് കച്ചവടം ചെയ്യുന്നത് ഇന്ത്യ വാങ്ങിയിരുന്നു. കച്ചവടം ചെയ്യുന്നത് ഏതിലല്ല, ഡോളറിലല്ല. അതുകൊണ്ടാണ് അവിടെ ആക്രമണം ഉണ്ടായത്. അപ്പോ ഈ എണ്ണ മൂവ്മെന്റിന്റെ എല്ലാ നിയന്ത്രണം വെനിസ്വേലയിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അതിനെ കൈയടക്കി. വെനിസ്വേലയില് ഡ്രഗ് കച്ചവടം ഉണ്ടായിട്ട് അവരാരും കച്ചവടം ഉണ്ടായിട്ടല്ല. ഡ്രഗിന്റെ പ്രശ്നം എല്ലാ രാജ്യത്തും ഉണ്ട്, അമേരിക്കയിലുണ്ട്, ഇവിടെയുണ്ട്. അത് മറ്റൊരു ഇഷ്യൂ ആണ്. ഈ ഡ്രഗിനെ ഒഫീഷ്യലായി ഇവര് സപ്പോർട്ട് ചെയ്തതൊന്നുമല്ല, അത് വെറുതെ ആരോപിക്കുന്നതാണ്, ട്രംപ് ആരോപിക്കുന്നതാണ്. അതും എണ്ണ തന്നെയാണ് പ്രശ്നം. ക്യൂബയ്ക്ക് ഇവരാണ് എണ്ണ കൊടുക്കുന്നത്. ഇതൊന്നും ഡോളറിലല്ല കച്ചവടം. ഡോളറിലല്ലാതെ ഇത് നടക്കരുത്. ഇതിന്റെ വിഹിതം, പിന്നെ ഇതിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലായിരിക്കണം. ആർക്കും സംശയമില്ല, ഇന്ന് ഈ അമേരിക്ക അത് അവരുടെ സെക്യൂരിറ്റി സെക്രട്ടറി ഉണ്ടല്ലോ, ഇന്റർണൽ സെക്യൂരിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പോലെയുള്ള, പാരീസിലെ ഒരു കോൺഫറൻസിൽ അയാൾ പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണ് അമേരിക്കൻ ആധിപത്യത്തിലേക്ക് അത് കുറയുന്നതിനെ പിടിച്ചു നിർത്തുക, അത് വീണ്ടും കൊണ്ടുവരിക എന്നതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ലിബറലുകൾക്ക് മാത്രം അത് പ്രശ്നമല്ല. അവരിപ്പോഴും അമേരിക്കയിൽ കിട്ടുന്ന ജനാധിപത്യത്തെ കുറിച്ചും ഒക്കെയാണ്. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അവരുടെ ഇന്റേണലായ കാര്യമാണ് അവരുടെ ജനാധിപത്യം. വേറെ എവിടെയും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. ജനാധിപത്യം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. സമ്പത്തിന്റെ കേന്ദ്രീകരണം, സമ്പത്തിന്റെ ഈ കൈമാറുന്ന പ്രകൃതി വിഭവങ്ങൾ അവർ കൈയടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വകാര്യ മേഖല വരുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ നമുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തോറിയത്തെ ചൊല്ലിയുള്ള ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു അവകാശ തർക്കം, അപ്പോ തോറിയം ഉൾപ്പെടെയുള്ള മൊണാസൈറ്റ് KMMLന്റെ കയ്യിലിരിക്കുന്നു. അത് സംസ്കരിക്കാൻ KMMLന് അനുവാദം വേണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ ചെറിയ ടെൻഡർ നടപടികളിലേക്ക് പുതിയ നിയമം അനുസരിച്ച് നീങ്ങി. പക്ഷെ അതൊന്നും അനുമതിയായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇത് എന്ത് ചെയ്യാം, ലൈസൻസ് ചെയ്ത് വേറെ ആർക്കും കൊടുക്കാം എന്നതാണ് സ്ഥിതി. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ പോളിസി അറിയാമല്ലോ, എല്ലാം സ്വകാര്യവൽക്കരിക്കുക. അതും ഇതാണ്, നമ്മുടെ ലിബറലുകൾ സ്വകാര്യ മേഖല വരണം. സ്വകാര്യ നിക്ഷേപം വരുന്നതിന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നുന്നില്ല, കേരളം ഉൾപ്പെടെ. പക്ഷെ ഇവിടെ കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും വളരെ ഉയർന്നതാണ്. പക്ഷെ എന്താണ്, ഇവിടെ ഇവർ പറയുന്ന സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്ട്രാറ്റജിക് മേഖലയിൽ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഖനികൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ആ നിലയിലേക്കാണ് ഈ സ്വകാര്യവൽക്കരണം. ഇനി ഇത് ഈ തോറ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ ഇത്ര കാലമുള്ള ഗവേഷണ ഫലമായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യും, കൈമാറപ്പെടും. ഈ പോളിസിയുടെ പെർഫെക്റ്റ് ഫോയിലായിട്ടാണ് ഇപ്പോ കേരള ഗവൺമെന്റിന്റെ നീക്കം. കേരള ഗവൺമെന്റിന്റെ നീക്കം എന്താണ്, അവിടെയും സ്വകാര്യ നിക്ഷേപം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് സ്വകാര്യവൽക്കരിക്കുക, നമ്മുടെ ഈ ധാതുമണൽ നിക്ഷേപം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തിന് അതിന് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ എവിടെയുള്ളത്, നമ്മുടെ തീരങ്ങളിലുള്ളത് തന്നെയല്ല, സീബഡിലുള്ളത് കൂടി, നമ്മുടെ തീരത്തോട് ചേർന്ന് വരുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള മണൽ കൂടി കോരാനുള്ള പദ്ധതിയാണ്. അത് സ്വകാര്യ നിക്ഷേപം. പക്ഷെ അത് ആര് തീരുമാനിക്കും? അന്തിമമായി തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിലായിരിക്കും. അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുവന്നിരുന്നത്. ഇവിടുത്തെ ഖനനത്തെ ചൊല്ലിയുള്ള തർക്കമൊക്കെ ഉണ്ടല്ലോ. ഈ CMRL എന്ന കമ്പനിക്കെതിരെ ഇൻകം ടാക്സ് നടത്തുന്ന അന്വേഷണവും, അത് കഴിഞ്ഞ് SFIO, അത് കഴിഞ്ഞ് ED ഒക്കെ അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇത് ഒരുപക്ഷെ നമ്മള് NDTV ഒക്കെ കണ്ടല്ലോ, അവിടെ ED വന്നു, അവസാനം അയാൾക്ക് ഷെയർ ഒക്കെ വിറ്റിട്ട് പോകേണ്ടി വന്നു. അത് NDTV ടേക്ക് ഓവർ ചെയ്തു. ഒരേ ഒരു മീഡിയ, സ്വതന്ത്രമായി നിന്നിരുന്ന ഒരു നാഷണൽ മീഡിയ എന്ന് പറയുന്നത്, അത് ടേക്ക് ഓവർ ചെയ്ത് കേസ് ഇപ്പൊ എന്ത് ചെയ്തു, ആ പറഞ്ഞ കേസ് ഒന്നും പ്രണോയ് റോയിയെ വെറുതെ വിട്ടു. അതിന് സമാനമായ ഒരു സംഗതിയാണ് CMRLന്റെ കാര്യത്തിലും വേദാന്തയുടെ കാര്യത്തിലും. ഒരിക്കൽ ഏതോ ഒരു മൈനിങ്, മറ്റ് ധാതുക്കളാണ്, ഈ അണവ ധാതുക്കളല്ല, മൈനിങ്ങിന്റെ ഒരു ടെൻഡറിൽ അദാനിയും വേദാന്തയും വന്നു. വേദാന്തയ്ക്ക് ടെൻഡർ കിട്ടി. അതിനുശേഷം വേദാന്തയിൽ
തുടരെ റെയ്ഡാണ്, ഇഡി റെയ്ഡാണ്. അതും ഒരു വേദാന്തയും ഒരു ടേക്ക് ഓവറിന്റെ വക്കത്താണോ എന്ന് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്നവർ പറയാറുണ്ട്. അപ്പോൾ CMRL ഞാൻ പറയുന്ന എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്, CMRL ഒരു പക്ഷേ ഒരു ടേക്ക് ഓവറിലേക്ക് മറ്റേതെങ്കിലും ഏജൻസീസ്, ഒന്നുകിൽ ഇവിടെ നിന്നുള്ള വലിയ ഏജൻസീസ്, ഈ ഖനി രംഗത്ത് പരിചയമില്ലാത്തവരാണ് അദാനി ഒരു തരത്തില്, അവരോ അത്രയധികം പരിചയമില്ലാത്തവരാണ്, അവരോ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളോ CMRLനെ ടേക്ക് ഓവർ ചെയ്യുകയും അവര് ഈ നമ്മുടെ ധാതുമണലിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. എന്തായാലും ഈ ശാന്തി ബില്ല് അശാന്തി ആയിരിക്കും കൊണ്ടുവരുന്നത്. നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ഈ റെയർ ആയിട്ടുള്ള മൂലകങ്ങൾ മുമ്പ് പറഞ്ഞ തോറിയത്തോടൊപ്പം കാണപ്പെടുന്ന മറ്റു ചില മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങള് ഉള്ള സ്ഥലങ്ങള് ഒന്ന് ഉക്രൈൻ യുദ്ധത്തിലാണ്. ഉക്രൈന്റെ യുദ്ധം തുടങ്ങാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ധാതുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു മത്സരം മാത്രമായിരുന്നില്ല. എന്താണ്, അവര് നാറ്റോ സഖ്യത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഈ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുമ്പോൾ ഉള്ള ധാരണയ്ക്ക് വിപരീതമാണ് അതിലെ ഈ റിപ്പബ്ലിക്സ് നാറ്റോ സഖ്യത്തിൽ ചേരുക എന്നുള്ളത്. അപ്പോ അവിടെ കൊണ്ടുവന്ന് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ആണവ മിസൈലുകൾ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും സ്ഥാപിക്കാൻ കഴിയും. അത് റഷ്യയുടെ ഉള്ളിൽ കൊണ്ടുവെക്കുന്ന മാതിരിയാണ്. ഒറ്റ സ്ട്രൈക്കിന് ഈ ക്രെംലിനൊക്കെ അടിച്ച് തകർക്കാവുന്ന, ക്രെംലിന്റെ പുതിയ പേരുണ്ടല്ലോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ അടിച്ച് തകർക്കാവുന്ന രീതിയിൽ കൊണ്ടുവയ്ക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവര് നാറ്റോയിൽ ചേരാൻ പോകുന്നു. പിന്നെ അവിടെ ഒരു രണ്ട് വലതുപക്ഷ എന്ന് വിളിക്കുന്ന ശക്തികളാണ്. പുടിൻ വലിയ വലതുപക്ഷവാദിയാണ്. ഉക്രൈനിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രസിഡന്റും അതെ വലതുപക്ഷവാദി തന്നെയാണ്. അവിടെ ചെറിയ വംശീയ പ്രശ്നങ്ങളുണ്ട്, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും മറ്റവരുമായിട്ട്. അപ്പോൾ അതില് ഉക്രൈൻ ദേശീയത എന്ന് പറയുന്നതിനെ ആളിക്കത്തുകയും ഈ റഷ്യൻ സംസാരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ, അപ്പൊ റഷ്യൻ സംസാരിക്കുന്നവർ കൂടുതലുള്ള സ്ഥലമാണ് ഇവർ കൈയടക്കിയതിൽ കുറെ അധികം, റഷ്യ കയറി കൈയടക്കിയതിൽ. അപ്പൊ ആ പ്രശ്നങ്ങൾ കൊണ്ട് യുദ്ധം തുടങ്ങാൻ. പക്ഷെ ഏതുണ്ട്, ഈ മൂലകങ്ങളുടെ പ്രശ്നമുണ്ട്. എന്നിട്ട് അമേരിക്ക വന്ന് എങ്ങനെയുമായിട്ട് യുക്രൈൻ പ്രസിഡന്റിനെ നിർബന്ധിച്ച് ആക്ഷേപിച്ച് അവസാനം കരാറുണ്ടാക്കി ട്രംപ്. എന്താണ്, അവരുടെ ഈ നിക്ഷേപത്തിന്റെ പകുതിയുടെ അവകാശം അത് കുഴിച്ചെടുക്കാനൊക്കെ അമേരിക്ക കൊണ്ടുവരും, പകുതി അമേരിക്ക കൊണ്ടുപോകും. അതുപോലെ ഈ ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ, ഒന്ന് ചൈന ഈ ഓയിൽ ട്രേഡ് ചെയ്യുന്നത് ചൈനയുടെ കറൻസിയിലാണ്, അമേരിക്കയുടെ കറൻസിയിലല്ല. അപ്പോൾ അമേരിക്കയുടെ ഈ സാമ്പത്തിക ആധിപത്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഈ ചൈനയുടെ കയ്യിലും റെയർ എലമെന്റ്സ് ധാരാളമായിട്ടുണ്ട്. അവരത് വിൽക്കുന്നുണ്ടായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ. അപ്പൊ ഈ ട്രേഡ് വാർ തുടങ്ങിയ അവരത് കുറച്ചു. അപ്പൊ അതാണ് അത് ബാക്കിയുള്ളവരുടെ അവകാശത്തെ ലംഘിക്കുന്നു എന്നാണ് അമേരിക്കയുടെയും നമ്മുടെ നാട്ടിലെ ലിബറലുകളുടെയും വ്യാഖ്യാനം. അതായത് ഈ മൂലകങ്ങൾ അത്യാവശ്യമുള്ള മൂലകങ്ങളാണ്, അത് പിടിച്ചു വെക്കാൻ ചൈനയ്ക്ക് എന്ത് അവകാശം എന്നാണ് ചോദിക്കുന്നത്. എന്ത് എംബാർഗോയും ആർക്ക് ഏർപ്പെടുത്താം, US-ന് ഏർപ്പെടുത്താം. ഞാൻ ചൈനീസ് പക്ഷവും ന്യായീകരിക്കുമല്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ നമുക്കും ഈ റെയർ മൂലകങ്ങളും തോറിയവും ഉണ്ട് എന്നുള്ളത് ഭാവിയിലേക്ക് ഒരു അശാന്തിയുടെ ഏരിയ ആയി മാറാൻ, നമ്മുടെ തീരങ്ങൾ അശാന്തിയുടെ ഏരിയ ആയി മാറാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തന്നെയുമല്ല, ഇത് ആ കാര്യത്തില്, ഇതിന്റെ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പെർഫെക്റ്റ് അലൈൻമെന്റ് ആയിരിക്കും ഇവിടുത്തെ ഗവൺമെന്റും ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അവർ ഒരുമിച്ച് നീങ്ങാനായിട്ട് പോവുകയാണ് ഈ കാര്യത്തിൽ. താങ്ക് യു.